അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെയും ഇൻഫർമേഷൻ ഓവർലോഡിന്റെയും ഈ കാലഘട്ടത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് ഓവർ തിങ്കിങ്. മുൻപ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മോശം ജീവിതാനുഭവങ്ങളാണ് ഒരാളെ സ്ഥിരം ഓവർ തിങ്കർ ആക്കുന്നത് എന്ന് പറയാം. ഓവർ തിങ്കിങ് കുറയ്ക്കാനുള്ള ആദ്യത്തെ വഴി എന്നത് താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവർ തിങ്കിങ് ആണ് എന്ന് ഓരോ സാഹചര്യത്തിലും തിരിച്ചറിയുക എന്നതാണ്. ഇതെല്ലാം തന്റെ ഉള്ളിലുള്ള അരക്ഷിതാവസ്ഥയുടെയും ആത്മവിശ്വാസക്കുറവിന്റെയും മുൻകാല ദുരനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഭയാശങ്കകൾ മാത്രമാണ്. ഇവയൊന്നും സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതകളല്ല എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക. ജേർണലിംഗ് രീതിയാണ് അടുത്തത്. മനസ്സിൽ വരുന്ന ചിന്തകളെല്ലാം പേപ്പറിൽ പകർത്തുന്ന രീതിയാണ് ഇത്. ഓവർ തിങ്കിങ് വരുമ്പോഴെല്ലാം ഇത് ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ദിവസത്തിൽ പല സമയങ്ങളിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നതിന് പകരം അതിനുവേണ്ടി മാത്രം ദിവസവും 15-20 മിനിറ്റ് വറി ടൈം എന്ന പേരിൽ മാറ്റിവെക്കുക. ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ ഇത് ഇപ്പോൾ വേണ്ട, വറി ടൈമിന്റെ സമയത്ത് ചെയ്യാം എന്ന് തീരുമാനിക്കുക. ചിലരെങ്കിലും ഓവർ തിങ്കിങ് ചെയ്യുന്നത് അത് ചെയ്യാനുള്ള സമയം ധാരാളമായി ലഭിക്കുന്നത് കൊണ്ടാണ്. ഓവർ തിങ്കിങ് ചെയ്യാൻ സമയം കിട്ടാത്ത രീതിയിൽ ലൈഫ് ബിസിയാക്കി വെക്കുന്നതും ദിവസത്തിൽ ഓരോ സമയവും ചെയ്യാനുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതും ഓവർ തിങ്കിങ് കുറയ്ക്കും. ഓവർ തിങ്കിങ് ചെയ്യുന്നവർ ഭൂതകാലത്തെ ഓർത്ത് സങ്കടപ്പെടുന്നവരോ ഭാവിയെ ഓർത്ത് ആശങ്കപ്പെടുന്നവരോ ആണ്. വർത്തമാനത്തിൽ ജീവിക്കുക. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സർപ്പിക്കുന്ന മൈൻഡ്ഫുൾനെസ് രീതി ഇത്തരം പാറ്റേണുള്ളവർക്ക് നല്ല ആശ്വാസം നൽകും. ബ്രീത്തിങ് എക്സസൈസ്, റിലാക്സേഷൻ, യോഗ, മെഡിറ്റേഷൻ എന്നിവയെല്ലാം സ്ഥിരമായി ചെയ്യാൻ ദിവസവും അല്പസമയം മാറ്റിവെച്ചാൽ ഓവർ തിങ്കിങ്ങിനെ പടിക്ക് പുറത്താക്കാൻ മറ്റൊന്നും ചെയ്യേണ്ടി വരില്ല. ഓവർ തിങ്കിങ് ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ പിരിച്ചുവിടുന്നതും നല്ല ഒരു സ്ട്രാറ്റജിയാണ്. അതിനായി തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക, കൈകൾ ഐസ് വെള്ളത്തിൽ കുറച്ചുനേരം മുക്കിവെക്കുക, 5 4 3 2 1 ഗ്രൗണ്ടിങ് ചെയ്യുക, പരസ്പര ബന്ധമില്ലാത്ത 5 വസ്തുക്കളെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക എന്നിവയും ഒരുപാട് ഉപകാരപ്രദമാണ്. മറ്റൊരു പവർഫുൾ മെത്തേഡാണ് ഓവർ തിങ്കിങ് ചെയ്യുന്ന കാര്യങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുക എന്നത്. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണ്? ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് വല്ല തെളിവുമുണ്ടോ? ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന രീതി അല്ലാതെ മറ്റെന്തെല്ലാം സാധ്യതകളുണ്ട് എന്നൊക്കെ സ്വയം ചോദിച്ച് ഓവർ തിങ്കിങ്ങിൽ നിന്ന് സ്വയം പിന്മാറുന്ന രീതിയാണ് ഇത്. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓവർ പെർഫെക്ഷനിസം ഒഴിവാക്കുക. ചിലതെല്ലാം മറക്കാനും പൊറുക്കാനും മാപ്പ് കൊടുക്കാനും തയ്യാറാവുക. മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന രീതി ഒഴിവാക്കുക എന്നിവയും ഓവർ തിങ്കിങ് കുറയ്ക്കാൻ സഹായിക്കും. ആവശ്യത്തിനുള്ള ഉറക്കം, ഊഷ്മളമായതും ആഴത്തിലുള്ളതുമായ സാമൂഹിക ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ഇടപെടലുകൾ എന്നിവയും പരോക്ഷമായി ഓവർ തിങ്കിങ്ങിനെ കുറയ്ക്കാൻ സഹായിക്കും. എന്തുതന്നെ ആയാലും ഓവർ തിങ്കിങ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD പോലെയുള്ള മാനസിക പ്രശ്നങ്ങളും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. ഓവർ തിങ്കിങ് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ഒരു മനഃശാസ്ത്ര ചികിത്സകനെ കാണാൻ താമസിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക്